എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ഏറ്റവും ശബ്ദമുയർത്തി ഈ പാട്ട് പാടുന്നത്, ഒന്ന് ഉറക്കം പോകണം, ഒന്ന് ഉണർവുള്ളവരായിരിക്കണം. ഇനി ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് മനസ്സിനെ കൂടെ പാകപ്പെടുത്തി ശബ്ദം. ഇനി വലിയ പരിഷ്കാരികളായി ആരെങ്കിലും ഉണ്ട്, ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വാ തുറക്കുകയല്ല, അവർക്ക് വാ തുറക്കാതിരിക്കുന്ന അനുവാദവും നൽകിയിരിക്കുന്നു. മനസ്സിൽ തെളിയുന്ന ചിത്രം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ദൈവരാജ്യ സ്ഥാപനത്തിനായി പുരുഷാരത്തെ കണ്ട് ഇരുന്ന് പഠിപ്പിച്ച സെർമൺ ഓൺ ദ മൗണ്ട് പർവ്വത പ്രസംഗമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമായിൽ കയറി അവൻ ഇരുന്ന് തിരുവായി മൊഴിഞ്ഞ് പഠിപ്പിച്ചു. ഇതൊരു അഹങ്കാരത്തിൻ്റെ വാക്കുകളല്ല. ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ അദമ്യമായ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പഠിപ്പിച്ചത്. ആ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായത്തിൻ്റെ അവസാനം ബുദ്ധിമാന്മാരെക്കുറിച്ചും ബുദ്ധിഹീനരെക്കുറിച്ചും പറയുന്നത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യമാകും. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊണ്ട് അനന്തമായ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചില പദ്ധതികളാണ് ഈ നാളുകളിൽ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാകണം. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ രാവിലത്തെ പഠനങ്ങളിലെല്ലാം ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ 600ഓളം വരുന്ന
സ്ത്രീജനങ്ങളും പുരുഷന്മാരും. അവരോട് ഞാൻ ചോദിച്ചു, നമ്മുടെ ഇടവകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാണോ? നല്ലവരായതുകൊണ്ടും പന്തലിലും പള്ളിയിലും ഇരിക്കുമ്പോഴും ഒരിക്കലും അസത്യം പറയാത്തതുകൊണ്ടും അവർ പറഞ്ഞു, അല്ല. നിങ്ങളോട് ചോദിച്ചാലും ആ സത്യമേ നിങ്ങൾ പറയുകയുള്ളൂ. രണ്ടാമത്തെ ലളിതമായ ചോദ്യം, അങ്ങനെ പോയാൽ മതിയോ? ഉത്തരം വളരെ കൃത്യമായിരുന്നു, പോരാ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് വളരെ വലിയ സ്ത്രീജനങ്ങൾ എന്നുള്ള നിലയിൽ വലിയ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും അത് നമ്മുടെ ഇടവകളിൽ കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടുന്ന ഒരു വാക്യം, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ ദ്വേഷിപ്പിക്കുന്നു, സേവിപ്പി. ഇതെപ്പോഴും നമുക്ക് ഓർക്കാം. ഉത്സാഹത്തിൽ നമുക്ക് നല്ല ഉത്സാഹികളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 1942 സേവികാ സംഘത്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന തീത്തൂസ് ദിദിയൻ തിരുമേനി എഴുതിയ ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കഴിവില്ലായ്മയല്ല, നമുക്ക് മനസ്സില്ലായ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേടല്ല, നമ്മുടെ മനസ്സുകേടാണ് ലോകം നന്നാകാത്തതിൻ്റെ കാരണം. കേട് മനസ്സിലാണ്. അത് മനസ്സിലാക്കി മനസ്സലിവുള്ളവരായി നന്മയ്ക്ക് വേണ്ടി ഉത്സാഹത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് സാധിക്കണം. കേൾക്കാമോ പറയുന്നേ? അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളെക്കുറിച്ച് ആദ്യമായി പറയാനുള്ള കാര്യം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ഭദ്രാസനത്തിൽ നിന്ന് വരാത്ത സേവികാ സംഘ അംഗങ്ങൾ ഉൾപ്പെടെ, അവരോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ വിപ്ലവത്തിൻ്റെ നായികമാരാണ്. പൂർണ്ണമായി വിശ്വസിച്ചോണം. നിങ്ങൾ ആരാണ് ഒന്ന് ഉറച്ചു പറയണം. വിപ്ലവത്തിൻ്റെ നായികമാർ. ആധുനിക ലോകത്തിലെ ഝാൻസി റാണിമാരാണ് എന്ന് ദൈവം നിങ്ങളോട് പറയാൻ എന്നോട് പറയുന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ചെയ്യാനുള്ള കഴിവും കൃപയും ശക്തിയും ദൈവം നമുക്കെല്ലാവർക്കും നൽകും. നമ്മുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഉത്തരവാദിത്വം അല്ല ദൈവം നമ്മളെ പരമേൽപ്പിക്കുന്നത്. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് ദൈവം നമുക്ക് തരുന്നത്. എനിക്ക് കഴിവില്ലേ, എനിക്ക് ശക്തിയില്ലേ, എനിക്ക് പഠിത്തമില്ലേ, ഇതെല്ലാം പറയുന്നത് സൂത്രപ്പണികൾ മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് എത്രയും കഴിവുണ്ടെന്നുള്ളത് ദൈവത്തിനാണ് അറിയാവുന്നത്. ആ കഴിവുകൾ നമ്മളിൽ അന്തർലീനമാക്കിയിരിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസത്തെ ഒരു വാക്ക് ഇതായിരുന്നു, വിത്തിൽ നിന്ന് കൊയ്ത്തിലേക്ക്. ഒരു വിത്ത് അങ്ങനെ തന്നെ ഇല്ലാതായി പോകാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ചാകുന്നില്ല എങ്കിൽ തനിയേ ഇരിക്കും. ഒന്ന് ചത്തുവെങ്കിൽ ഫലം കായ്ക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പറയുന്നതിൻ്റെ ഒരു ചെറിയ ചിന്ത എന്ന് പറയുന്നത്, ഒരു കൊയ്ത്താകാമെന്നുള്ള വനിതകൾ ഒരു വിത്തായി അവസാനിക്കണമെന്നുള്ളതാണ് ചോദ്യം. ഇതൊന്നും സാരമില്ല എന്ന് കണ്ട് നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. ദൈവം തന്ന കഴിവ് ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ കളിപ്പിക്കുന്നതിനേക്കാൾ കൂടിയ പാപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗൗരവമായി ചില കാര്യങ്ങൾ, ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. ഈ ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന ചിന്തയാണ് ഈ കൺവെൻഷനിൽ മുഴുവൻ സമയവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ എന്നോട് പറഞ്ഞു, എന്നും ഒരേ ശബ്ദമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരേ വാക്കുകളാണല്ലോ, കുർബാന, അനുരഞ്ജനം, ഇതൊക്കെയാണല്ലോ. പക്ഷേ അത് നിരന്തരമായി ഇവിടെ ഇരിക്കുന്ന അമ്മമാരല്ലേ ഇവിടെ ഇരിക്കുന്നേ? നിങ്ങളുടെ കുട്ടികളോട് ജൂൺ മാസം 1-ാം തീയതി സ്കൂളിൽ പോകുമ്പോൾ അവിടുന്ന് വന്നതിന് ശേഷവും നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞ് പിന്നെ വാർഷിക പരീക്ഷ കഴിയുന്നിടം വരെ പറയാതിരിക്കുമോ? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പറയുമോ? എടാ പഠിക്കടി എന്ന് പറയുമോ? ഇല്ലയോ?
അവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ മനുഷ്യരല്ലയോ? അവിടെ ഇരിക്കുന്ന 2-3 സ്ത്രീകൾ പറയുമോ ഇല്ലയോ? പറയുമെന്നല്ല, തല്ലിപ്പറയും. മനസ്സിലായ? പിള്ളേർക്ക് ഇഷ്ടമില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചും എടുക്കുന്ന ചില ഗൗരവമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുരഞ്ജനത്തിൻ്റെ ആഘോഷം എന്നുള്ള ഈ പ്രധാന വിഷയത്തിൽ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ കുറച്ച് മിനിറ്റ്സ് നേരത്തേക്ക് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ആ വീശിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന 1-2 സ്ത്രീകൾ, വിഷമിക്കേണ്ട, നല്ല ശാന്തത കിട്ടും. ഈ വാക്കുകൾ കേട്ട, എൻ്റെ വാക്കല്ല, ഈ ആശയങ്ങൾ ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സ് കുളിർമയിലേക്ക് വരും. നമുക്ക് നല്ല ഒരു AC എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഒരു കുർബാന സമൂഹം സൃഷ്ടിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കും സാധിക്കണം. ഇതിന് നിങ്ങൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച്, ആരും എഴുതണ്ട, ഒന്നും എഴുതണ്ട, ഇങ്ങോട്ട് കേട്ടിരുന്നേച്ചാൽ മതി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യുക്തി കമ്പോളത്തിൻ്റെ യുക്തിയോ ദൈവരാജ്യത്തിൻ്റെ യുക്തിയോ എന്ന് നമ്മൾ ആരംഭിക്കണം. കമ്പോളത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഹൈപ്പർ ഇൻഡിവിജ്വലിസമാണ്. എൻ്റെ വളർച്ച, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ് ഇന്ന് നമ്മൾ ചിന്തിക്കുകയും എങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നെന്നുള്ള ഒരു ക്രമമാണ് എപ്പോഴും ഈ കമ്പോളത്തിൻ്റെ ക്രമത്തിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കമ്പോളത്തിൽ മനുഷ്യരില്ല, ഇടപാടുകാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ മനുഷ്യനെ കാണാൻ പോകുന്നു, മനുഷ്യബന്ധം കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ പോകുന്നു, അങ്ങനെയാണോ പറയുന്നത്? മീൻ വാങ്ങിക്കാൻ പോകുന്നു, പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നു എന്നാണോ പറയുന്നത്? നിങ്ങൾ തല ആട്ടാതെ എന്തോ പറയുന്നത് ആണ്. കമ്പോളത്തിൽ മനുഷ്യരില്ല, കമ്പോള സംസ്കാരത്തിലും മനുഷ്യനില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ എനിക്ക് ഉപയോഗിക്കാനുള്ള വസ്തുവായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. സത്യമായി അവിടെ ഇരിക്കുന്ന ആ സ്ത്രീജനങ്ങളോട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെയും നമ്മുടെ പള്ളിയിലുള്ളവരെയും ഇടവകയിൽ ഉള്ളവരെയും നമ്മുടെ മനസ്സിലാണോ സ്വീകരിച്ചിരിക്കുന്നത്, അതോ നമ്മുടെ മനസ്സിൻ്റെ പുറത്താണോ സ്വീകരിച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് പോലെ ഒരു മാർക്ക് കൂടെ അധികം അയൽവക്കത്തെ കുട്ടി പഠിച്ച് വാങ്ങിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതുവരെ? ഒന്നിനുണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്നതിനാ? ഇല്ല. ആ പ്രാർത്ഥന ഇല്ലാത്തതിൻ്റെ അർത്ഥം നമ്മൾ അടുത്ത് നിൽക്കുന്നവൻ എൻ്റെ കുട്ടിയുടെ അപകടകാരിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആണല്ലോ, നിശ്ചയമായിട്ടും അതാണ്. ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് സ്ത്രീകൾ, നിങ്ങളെയാണല്ലോ കൂടുതൽ കാണാവുന്നത്. നിങ്ങൾ ഇതെല്ലാം കേട്ട് മാനസാന്തരപ്പെട്ട് എന്ന് വിചാരിക്കുക, ഇന്ന് പെടും. നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ അയൽവക്കത്തെ 2 കുട്ടികൾ, അവർക്ക് പഠിക്കാൻ സാമ്പത്തിക ശേഷി കുറവുള്ളവരാണ്. നിങ്ങളുടെ കുട്ടിയെ +2 എല്ലാത്തിനും A+ കിട്ടി. ആ കുട്ടികളെ ഈ പാലാ ബ്രില്യൻറ്റിൽ അയക്കുന്നു. നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ട് 2 കുട്ടികളെയും കൂടെ അയൽവക്കത്തുള്ളതിനെ പാലാ ബ്രില്യൻറ്റിൽ നിങ്ങളുടെ കുട്ടിയുടെ കൂടെ പഠിപ്പിക്കാൻ വിടുമോ? സാധാരണഗതിയിൽ എന്തെങ്കിലും പറഞ്ഞ് നിർത്തണ്ടേ? ഇല്ല. എന്ന് പറഞ്ഞാൽ ലളിതമായൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വിടാനുള്ള സാമ്പത്തിക ശേഷി നിശ്ചയമായി നിങ്ങൾക്കുണ്ട്. വിടാത്തതിൻ്റെ കാരണം പണം കൊടുക്കുന്നതിനുള്ള വിഷമമാണെന്നും ഞാൻ ധരിക്കുന്നില്ല. കാരണം ഈ 2 കുട്ടികളൂടെ അവിടെ പോയാൽ ആകെ ഒരു സീറ്റേ ഉള്ളൂ. ഈ 2 ഒരേ മാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ കുട്ടിയുടെ എൻട്രൻസിൽ, നീറ്റിൻ്റെ എൻട്രൻസിൽ നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുകയല്ല, മറ്റേ 2 കുട്ടിക്കും കിട്ടി. അത് നമുക്ക് സത്യസന്ധമായി സഹിക്കാൻ ഒക്കുമോ ഇല്ലയോ? ഒക്കുകയില്ല. പുറകിലിരിക്കുന്നവർ യോജിക്കുന്നോ ഇല്ലയോ? യോജിക്കുന്നില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കുട്ടിയെ തോൽപ്പിക്കാനുള്ള ജന്മശത്രുക്കൾ ആണ് എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ ക്രമം. ശരിയോ തെറ്റോ? ഉറച്ചു പറയണം, എന്നാലേ ശരിയാകുന്ന. ഈ മരണകരമായ ലൗകിക കാഴ്ചയിൽ നിന്ന് വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടി നമ്മൾ ലോകത്തെ കാണുമ്പോൾ
നമ്മളുടെ മക്കൾ കുർബാന മക്കളായി മാറും. മാർത്തോമാ സഭയുടെ സേവികാ സംഘത്തിൻ്റെ അംഗങ്ങളെ, നമ്മളുടെ ലെൻസ് ഒന്ന് മാറ്റിപ്പിടിക്കണം. നമ്മൾ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പോൾ യേശു കണ്ടതുപോലെ ലോകത്തെ നമ്മൾ കാണും. യേശുവിൻ്റെ കണ്ണിലൂടെ കാണപ്പെട്ട ആളുകൾ, അവരെ എല്ലാവരും നമ്മൾ കാണും, നമ്മളുടെ മക്കളെ കാണും. ഒരു കാര്യത്തിൽ നിങ്ങൾ സംശയിക്കരുത്, ഈ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ മക്കളെ പഠിപ്പിക്കുന്നതിനാണ് സേവികാ സംഘത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏകമായ താല്പര്യം. ബാക്കി പറയുന്നതെല്ലാം നമ്മൾ അതിൻ്റെ അനുബന്ധമായി പറയുന്ന കാര്യങ്ങളാണ്. ഇത് മാർത്തോമായിലെ ബിഷപ്പായതുകൊണ്ട് മക്കളെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അച്ഛന്മാർ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ നമ്മൾ കാണുമ്പോൾ എൻ്റെ കുട്ടിയും അടുത്ത് നിൽക്കുന്ന കുട്ടിയും ഒരമ്മയുടെ മക്കളാണ്. ഇത് നമ്മൾ അറിയാത്തതല്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അറിവുകേടല്ല, അറിഞ്ഞ സത്യത്തെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ കേടാണ് ഇന്നത്തെ വിഷയം. ദൈവജനമേ, ലളിതമായി ഇതെടുക്കരുത്. അതുകൊണ്ട് മാർത്തോമാ സഭയിലെ സേവികാ സംഘങ്ങൾ മുഴുവൻ ആളുകളും, അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെയുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതിന് ഞാൻ അഭിമാനിക്കുന്നു. അഭിമാനം സേവികാ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല. മാർത്തോമാ സഭയിലെ അമ്മമാർ, ചെറുപ്പക്കാരായ അമ്മമാർ, പ്രായമുള്ള അമ്മമാർ, കൊച്ചുമക്കളുള്ളവർ, നിങ്ങളുടെ മക്കളെ വിശുദ്ധ കുർബാനയിലൂടെ കണ്ണിലൂടെ ലോകത്തെ കണ്ട് അടുത്തു നിൽക്കുന്നവൻ അന്യനല്ലെന്നും അവൻ എൻ്റെ അസ്തിത്വത്തിൻ്റെ അംശമാണെന്നും അവൻ്റെ ജയവും എൻ്റെ കുട്ടിയുടെ ജയവും ഒരുപോലെ കാണുന്നതാണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭദ്രാസനം, നമ്മുടെ ഇടവകകൾ ദൈവരാജ്യത്തിൻ്റെ പതിപ്പാകുന്നതിൽ ഒരു വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോകുമോ ഇല്ലയോ? കുറച്ച് പറഞ്ഞെന്നെ സഹായിക്കണം. അതിന് തടസ്സം എന്താണ്? അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, അതിന് തടസ്സം എന്താണ്? അതിനെ തടസ്സപ്പെടുത്തുന്നവർ ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നവർ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ തകർത്തെറിയുന്ന ബോംബ് സൃഷ്ടിക്കുന്നവരാ. ഇതൊന്നും ചെറിയ കാര്യമല്ല. നമുക്ക് ഈ ഭക്തി വലിയ ഇഷ്ടമാണ്, വലിയ ചിലവൊന്നുമില്ലല്ലോ. ദൈവത്തോട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ദൈവത്തിനുള്ളവരെ എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല? ആ പുരുഷന്മാർ രണ്ടുപേര് പേടിച്ചരണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഈ മുമ്പിൽ. അതിൻ്റെ അടുത്തിരിക്കുന്ന പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ 3 സ്ത്രീകളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനിപ്പോൾ എന്തോ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊതുവായ കാര്യം എന്താണ്? നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്ഥാപിക്കാമെന്നിരിക്കെ അതിനെ എതിര് നിന്ന് ദൈവത്തെ ദുഃഖിപ്പിക്കാനായിട്ട് നമുക്ക് ഇടയാകരുത്. ഞാൻ ഈ നാളുകളിലെല്ലാം നിങ്ങളെ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യവും പുതിയ കാര്യമല്ല. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അതായത് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാനാണ് ദൈവം ഓരോ കുഞ്ഞുങ്ങളെയും ലോകത്തിലേക്ക് വിടുന്നത്. അത് സ്വീകരിക്കുമോ ഇല്ലയോ നിങ്ങൾ? ശരിയോ തെറ്റോ എന്നൊന്ന് പറഞ്ഞാൽ മതി. എന്നാ? ശരിയാണ്. ആ ദൈവത്തിന് ഉപയോഗിക്കേണ്ട മക്കളെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്ത് നമ്മൾ അവരെ ഉപയോഗിച്ചാൽ അത് ദൈവഹിതമാണെന്ന് പറയാൻ ഒക്കുമോ? ഈ താഴെ ഇരിക്കുന്നത് നിങ്ങൾ ഏതായാലും സ്വർഗത്തിൽ പോകും. ഇത്രയും നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ കാലും വെച്ച് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ മുട്ടുകുത്തി കാലും അടക്കി ഇവിടെ ഇരിക്കുന്നു. അവിടെ എത്തിക്കുന്ന ജോലി എൻ്റേതല്ല, എന്നാലും ഇത്രയും ബുദ്ധിമുട്ടുന്നതനുസരിച്ച് ഇത് നമുക്ക് ചില കാര്യങ്ങളൂടെ പറയാനുള്ളത് കൊണ്ട് നമുക്ക് ഗൗരവമായി ചില കാര്യങ്ങൾ അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് തോൽപ്പിക്കാനുള്ള എൻ്റെ ശത്രുവല്ല, എനിക്ക് ജയിപ്പിക്കാനുള്ള എൻ്റെ കൂടി മകളാണ് എന്ന് കാണുന്നത് ആ കണ്ണാടി വെച്ചിരിക്കുന്ന മുമ്പിലിരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കിക്ക്. ഞാൻ പറയുന്നത് മര്യാദയാണോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി സമയം കളയരുത്. അവിടെ എന്തെങ്കിലും ഒരു ആളുകൾ ഇരുത്തേണ്ടതൊക്കെ അവിടെ അച്ഛന്മാർ ചെയ്തോളും. നിങ്ങൾ പുറകോട്ട് നോക്കുന്നവരെ ഇനി ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകാൻ അനുവദിക്കും. കാരണം ഇതൊന്നും അങ്ങനെ ലളിതമായി എടുക്കേണ്ട. അവിടെ ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ വരും. അത് അച്ഛന്മാർ ചുമതലയുണ്ട്, അവരത് നോക്കിക്കോളും. വീണ്ടും ഇങ്ങോട്ട് നോക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ
അതുകൊണ്ട് എന്നോട് ചില അച്ഛന്മാർ ഈ ചർച്ചയിൽ പറഞ്ഞു, ബിഷപ്പന്മാർ പള്ളികളിൽ പോകുമ്പോൾ അതാണ്ട് അവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് നോക്കാൻ പറയണേ, ഇങ്ങോട്ട് നിങ്ങൾ അവർ അത് നോക്കിക്കൊടുക്കുന്നു, എന്തോ ഒരു ആവശ്യമുണ്ടെങ്കിൽ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധ പതറാൻ പാടില്ല, മനസ്സിലായോ? ഒന്ന് പറഞ്ഞു വരുന്നത് തെറ്റിപ്പോകും. അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, ബിഷപ്പന്മാർ ഇനിയും പള്ളികളിൽ പോകുമ്പോൾ ഈ പണത്തെക്കുറിച്ച് പറയരുത്. പറഞ്ഞാൽ അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രോജക്റ്റ് അതെല്ലാം സത്യമാണ്, അതിവിടുത്തെ ജനം അറിഞ്ഞ് ചെയ്തോളും. നിങ്ങളുടെ മക്കളെ സഭയ്ക്ക് വേണം എന്ന് പറയും. എനിക്കത് ഇഷ്ടപ്പെട്ടു പോയി. പണമല്ല, മക്കളെയാണ് ഇവിടെ ആവശ്യം. ഞാൻ ഇവിടെ നിന്ന് മക്കളെ തരണം. സേവികാ സംഘത്തിൻ്റെ വനിതാ മന്ദിരത്തിൽ ആളില്ല, സന്യാസിനി സമൂഹത്തിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വിടുന്നതല്ല മക്കളെ തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിനൊരർത്ഥമേ ഇനി മുതൽ ഈ ഭദ്രാസനത്തിലുള്ളൂ. അതിൻ്റെ അർത്ഥം അവരെ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിപ്പിക്കുന്നതിന് തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ അപ്പോൾ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നതായ നല്ല ഡോക്ടേഴ്സ് നമുക്കുണ്ടാവും. അവർ രോഗികളെ ദൈവത്തെ പോലെ ശുശ്രൂഷിക്കും. അവർക്ക് പണമല്ല, അവരെൻ്റെ ജീവനെ രക്ഷിക്കുന്നതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാണും. ചില അത് ഇപ്പോൾ ഇതിലൂടെയൊക്കെ പറയുന്നത് കൊണ്ട് തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ചില ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് വലിയ പണം കൊടുക്കേണ്ടതായ കാര്യം. അവരുടെ സമയം നമുക്ക് 5 മിനിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ. ഇത് ഡോക്ടേഴ്സിനെ മാത്രമല്ല, മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ ഡോക്ടറാകുന്നു, എഞ്ചിനീയറാകുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റാകുന്നു, അധ്യാപകനാകുന്നു, ഏത് ജോലി ആയിട്ടുണ്ട്, അതിനൊക്കെ ഒരു മിടുക്ക് വേണമല്ലോ. മിടുക്കരൊക്കെ ആണ്. ഈ മിടുക്ക് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ക്രിയേഷനാണോ, ദൈവത്തിൻ്റെ ദാനമാണോ? ഉറച്ചു പറയണം. ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി വില വാങ്ങിക്കുന്നത് ശരിയാണോ? ശരി ആണ് എന്ന് തോന്നാം. ശരിയല്ല എന്ന് ഞാൻ സ്ഥാപിക്കുന്നതിൻ്റെ കാരണം അങ്ങനൊരു ചോദ്യം ഉദിക്കുന്നില്ല ഇനി മുതൽ ഈ ഭദ്രാസനത്തിൽ. കാരണം ഇവിടെ ഇരിക്കുന്നതായ ഈ 5000-ഓളം സ്ത്രീജനങ്ങൾ ഈ ഭദ്രാസനത്തിൽ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടി, യേശുവിൻ്റെ കണ്ണിലൂടി ലോകത്തെ അവർ കണ്ടു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? 1, 2, 3 ലൈനിലിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ, നിങ്ങളൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കാമോ നിങ്ങൾക്ക്? 3 ലൈനിലിരിക്കുന്ന വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ കൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ ഒക്കുകയല്ല സ്നേഹിതരെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പോൾ വല്ലാത്ത നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. നമ്മളൊരു മലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ മലയെ നോക്കിയാൽ അങ്ങോട്ട് അടഞ്ഞിരിക്കുകയാണ്, നമുക്ക് കാണുന്നില്ല, ശരിയല്ലേ? ഒരു ചെറിയ, എന്നാൽ നിങ്ങൾ പതുക്കെ കയറി ആ മലയുടെ ഏറ്റവും ഉച്ചകോടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ 360 ഡിഗ്രിയിൽ കാണാം. കാഴ്ച വിശാലമാകും, കാഴ്ചകൾ മനോഹരമാകും, വലിയ ലോകം നമ്മൾ കാണും. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വളരെ പരിമിതമായ രീതിയിൽ ഒരു വിത്തായി മാത്രം നിന്ന് അത് ഉളുത്തു പോകുന്ന, അല്ലെങ്കിൽ അതുമാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിയായിട്ട് മാറും. എന്നാൽ അതിൽ നിന്ന് കൊയ്ത്ത് സൃഷ്ടിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ മക്കളെ വിശുദ്ധ കുർബാനയിലൂടെ കണ്ണിലൂടെ നിങ്ങൾ കാണാൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നീങ്ങിയാൽ ആ മുഴുവൻ ഉത്തരവാദിത്വവും ഈ മാതാപിതാക്കളുടെയും പ്രത്യേകിച്ച് അമ്മമാരുടെയും കയ്യിലാണ്. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ, ദൈവത്തിൻ്റെതാണോ? അപ്പോൾ ദൈവത്തെ അറിയാനായിട്ടുള്ള മൗലികമായ ഒരു ഉത്തരവാദിത്വം ആ കുട്ടികൾക്കില്ലേ? അതറിയിക്കാതെ ദൈവത്തിൽ നിന്ന് മാറ്റി ഇൻസുലേറ്റ് ചെയ്ത് ഈ ലോകത്തിൻ്റെ വലിയ സ്വാർത്ഥതയുടെയും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ നമ്മൾ ഈ ലൗകികമായി പറയുന്ന ഉയർച്ചയും വളർച്ചയും ദൈവദാനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന
ഒരു തെറ്റായ ആത്മീയതയും സംസ്കാരവും വളർത്തുന്നത് ദൈവഹിതമാണോ അല്ലയോ? ആണോ അല്ലയോ? അല്ല. ഇത് നമുക്ക് കാണണം. അപ്പോൾ യൂക്കറിസ്റ്റിക് ഡോക്ടേഴ്സ്, യൂക്കറിസ്റ്റിക് എന്നാ പറയുന്നത്, ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാവരും, എല്ലാ ആളുകളും അവരവരുടെ ജീവിയിൽ ഒരിടവകയിൽ കുർബാനയായി മാറും. എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എത്രയോ പ്രാവശ്യമാണ് ആ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നത്. ദൈവമേ, എന്നെ ഒരു കുർബാനയാക്കണമേ, ഒരു കുർബാനയാക്കണമേ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങളിനി ഒരു സെക്കൻഡ് ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളെ കാണുന്നു. അതൊക്കെ എനിക്ക് ദുഃഖമാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾക്കെന്ത് കേൾക്കണം? നിങ്ങൾക്കെന്ത് തീരുമാനമെടുക്കണം? ഏത് തീരുമാനമെടുക്കുന്നതിനും നിങ്ങൾക്ക് അനുവാദമുണ്ട്. പക്ഷേ അത് യേശുക്രിസ്തുവിൻ്റെ കണ്ണിലൂടെയുള്ള തീരുമാനമായിരിക്കണം. ദൈവം അനുഗ്രഹിക്കുന്ന തീരുമാനമായിരിക്കണം. ഇപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, എന്നാൽ സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ തരുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞത് ആവർത്തിക്കുന്നു, തെറ്റിദ്ധരിക്കരുത്. അവരെ മിഷൻ ഫീൽഡിൽ അയക്കുന്നതിന് മാത്രമോ അല്ലെങ്കിൽ ഈ സേവികാ സംഘത്തിൻ്റെ വനിതാ മന്ദിരത്തിൽ പോകുന്നത് മാത്രമോ ഈ സന്യാസിനി സമൂഹത്തിൽ ചേരുന്നത് മാത്രമോ അല്ല. ഈ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കണ്ടാൽ ഇതിനൊന്നും ആരെയും സമ്മർദ്ദം ചെലുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇവിടെ ഒരു 60 മേൽ പ്രായമുള്ള അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളൊക്കെ കുറച്ചുകൂടെ ദൈവികമായതിൻ്റെ കാരണം എന്താണ്? സുവിശേഷ വേലയ്ക്ക് പോയതിൻ്റെ കാരണം എന്താണ്? വടക്കേ ഇന്ത്യയിൽ പോയതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ആ വീടുകളിൽ അതിന് തക്കതായ പരിസരങ്ങളുണ്ടായിരുന്നു. ദൈവം വലിയതായിരുന്നു. അത് പൂർണ്ണമായും അല്ലെങ്കിൽ പോലും വളരെ ഗൗരവമായി ദൈവത്തെ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ സ്നേഹിതരെ, നിങ്ങൾ ഒരു 75 താഴെയുള്ള അമ്മമാർ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചെടുത്ത് നിങ്ങൾ പറയുന്നതിൻ്റെ അത്രയും ദൈവത്തെക്കുറിച്ച് ആ വീട്ടിൽ സംസാരമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന 70 താഴെ പ്രായമുള്ള അമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ മക്കൾ വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഒന്നിലുണ്ടോ അല്ലെങ്കിൽ ഇല്ല? ഉണ്ടോ? എന്നാ ഇതൊക്കെ ഞാൻ പരീക്ഷണം നടത്തി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഓരോ ആദ്യ കുർബാനയ്ക്ക് വരുമ്പോഴും വളരെ ഇന്നസെൻ്റായ കുട്ടികളോട് അബ്രപ്റ്റായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വീടുകളിലും പുരുഷന്മാർ വേദപുസ്തകം വായിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും 5000 സ്ത്രീകൾ, നിങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കുറഞ്ഞത് വേദപുസ്തകം വായിക്കുന്നു എന്നതിൽ ആക്കണം. അതുകൊണ്ട് നമ്മളിത് ഈ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ പറയുകയാണ്. ഓരോ ന്യൂജൻ വേർഡുകളാണ് പറയുന്നത്. ഇവിടെ തന്നെ അച്ഛന്മാർ ജെൻസി കൾച്ചർ എന്നുള്ളത് ഒരു 100 പ്രാവശ്യം പറഞ്ഞു. ചിലപ്പോൾ അങ്ങ് തോന്നിപ്പോവുകയാണ് അതാണോ വലിയ വിഷയം. അങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു? നമ്മൾ ഉണ്ടാക്കിച്ചെടുത്തു. അല്ല, ചുമ്മാ ഒരു വാക്കൊന്നും വരുന്നില്ലല്ലോ. ഇതൊന്നും ഗൗരവമായി പള്ളികളിൽ, ഇടവകളിൽ നമ്മൾ സംസാരത്തിനോ പ്രസംഗത്തിനോ പോലും വിഷയമാക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കുർബാനയാകണം. നിങ്ങൾ കുർബാനയാകുമ്പോൾ മാത്രമേ കുർബാനയുടെ കണ്ണിലൂടെ നിങ്ങളുടെ മക്കൾ ലോകത്തെ കാണുകയുള്ളൂ. പരിഷ്കാരത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണുന്നുള്ളെങ്കിൽ ആ കുട്ടികളും അങ്ങനെ തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കൂ, കുർബാനയാകൂ. നമ്മുടെ കണ്ണിലൂടെ, വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ നമുക്ക് ലോകത്തെ കാണുന്നതിന് സാധിക്കും. അങ്ങനെ ലോകത്തിന് കുർബാനയാകാൻ കുഞ്ഞുങ്ങളെ നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് പള്ളികളിൽ കൊണ്ട് തരിക എന്നല്ലല്ലോ. നിങ്ങളുടെ വീടാണ് നമ്മുടെ ആലയം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കണം. ഈ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ഉറപ്പായിരിക്കണം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ എല്ലാം അങ്ങനെ ഉള്ളതായിരിക്കാം. പക്ഷേ നമ്മൾ ഓർത്തുകൊള്ളണം, ഇത് ഗൗരവമായി എടുക്കണം. എല്ലാ വീടുകളിലും നമ്മൾ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ കാണുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വായന വളരെ വളരെ ഗൗരവമായി എടുക്കണം. ഇനി ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ നിങ്ങളുടെ ഉറക്കം കൂടെ പോകട്ടെ. എല്ലാ ശാഖകളിൽ
എല്ലാ സേവികാ സംഘത്തിൻ്റെ നിങ്ങളുടെ ഇടവകയുടെ മീറ്റിങ്ങുകൾ, അത് പള്ളിയിലാകാം ഭവനങ്ങളിലാകാം, സ്ഥിരമായി പോകുന്നവർക്കൊന്ന് കൈപൊക്കാം. സേവികാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, കൈതാത്തിടാം, ഇതിൻ്റെ ചുമതലക്കാരുടെയും ഉത്തരവാണ് നിങ്ങളെല്ലാം കൈപൊക്കേണ്ടത്. നിങ്ങൾ കണ്ടോ, 10% ഇല്ല, എൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ ഇല്ലേ, 10% താഴെയാണ് നിങ്ങൾ. പിന്നെ എന്തിന് നിങ്ങൾ ഈ സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ വന്നു? ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ആചാരം ആവർത്തിക്കാം? ഇല്ല. നിങ്ങളുടെ ആ വെറും ആചാരത്തിൻ്റെ അവസാന ദിവസമായിരിക്കണം ഇന്ന്. വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്ന നിങ്ങൾ സേവികാ സംഘത്തിൽ പോയിരിക്കും, പള്ളിയിൽ പോയിരിക്കും, അയൽവക്കങ്ങളിൽ പോയിരിക്കും. യേശു പോയിടത്തെല്ലാം പോകും. യേശു സ്പർശിച്ചവരെയെല്ലാം സ്പർശിക്കും. അതുകൊണ്ട് ഇത് ഗൗരവമായി നമുക്ക് കണ്ടേ മതിയാകും. അതുകൊണ്ട് ഈ ശാഖ, സെൻറ്റർ, ഭദ്രാസന കേന്ദ്ര തലങ്ങളെല്ലാം സേവികാ സംഘത്തെ കുറച്ചുകൂടി സജീവമായി നമ്മൾ കണ്ട് ദൈവരാജ്യത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ച പ്രസംഗം കേട്ട് ആവർത്തിച്ച വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഗായകസംഘം 100ാമത്തെ ഒരു കുർബാനയായി എന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാടത്തക്കോണം. ഒരു കുർബാനയായ എൻ ജീവിതം, ഒരു കൂദാശയായ എൻ ജീവിതം എന്ന് നമ്മുടെ സാജനച്ചൻ എഴുതിയ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ ഒടുവിൽ പാടി നമുക്ക് അവസാനിപ്പിക്കും. ഞാൻ അല്പസമയം കൂടുതൽ എടുത്തു എന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്, ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർത്തോമാ തിരുമേനി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ വാക്ക് ഇവിടെ പല പ്രാവശ്യം ആവർത്തിച്ചു. അതിതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, എഴുതണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ കൈകളിൽ നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്താൻ നൽകുക. എന്താ പറഞ്ഞത്? എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ വാഴ്ത്താൻ അനുവദിക്കുക. ദൈവം വാഴ്ത്തിയാൽ, ശ്രദ്ധിച്ച് കേട്ടോ, ദൈവം വാഴ്ത്തിയാൽ ലോകം നുറുക്കും, അല്ലെങ്കിൽ ലോകം മുറിക്കും. ലോകം മുറിച്ചാൽ നമ്മൾ അൾത്താരയിൽ അപ്പമായി തീരും. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കണ്ടാൽ ഒരുപക്ഷെ ലോകം നമ്മളെ പല രീതിയിലുള്ള മുറിവുകൾ സൃഷ്ടിക്കും. ആ മുറിവ് നമ്മൾ അൾത്താരയിൽ അപ്പമായി മാറും. ആ അൾത്താരയിലെ അപ്പം ജീവൻ്റെ അപ്പമായി നമ്മൾ മാറും. ആ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്ന എല്ലാവരും തന്നെ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ മക്കൾക്ക്, നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നിത്യതയിലെത്തണമോ അതോ ഈ ഭൗതിക ലോകത്തിൻ്റെ അവസാനത്തിൽ നമ്മളില്ലാതാകണം? എന്താണ് ഇത്? അതുകൊണ്ട് ഇത് നമുക്കൊരു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എൻ്റെ ഒരു വേദനയായി നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാർത്തോമാ സഭയിലെ ജാൻസി റാണിയാണ് ഈ ഭദ്രാസനത്തിൻ്റെ അംഗങ്ങൾ. നിങ്ങൾക്കൊരു പടക്കുതിരയെ പോലെ നിങ്ങളുടെ കുടുംബങ്ങളെ സൃഷ്ടിച്ചെടുക്കാം. അതിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. ഇന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ തീരുമാനിക്കണം, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവർ വിശുദ്ധ കുർബാനയുടെ കണ്ണിലൂടെ ലോകത്തെ കാണും. അവർ കുർബാന ജീവിതം നയിക്കും. യൂക്കറിസ്റ്റിക് ഡോക്ടേഴ്സായി, ചാർട്ടേഡ് അക്കൗണ്ടൻസായി, കൃഷിക്കാരായി, ചെറിയ ജോലി ചെയ്യുന്നവരായി, വലിയ ജോലി ചെയ്യുന്നവരായി, നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായി നമ്മൾ തീരും. പക്ഷേ നമ്മളൊരു കുർബാനയായി മാറുകയാണ്. കുർബാനയായി മാറിയാൽ ഉയർത്തെഴുന്നേൽപ്പുറപ്പാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ. യേശു ക്രിസ്തു അവൻ കുർബാന ആയിത്തീർന്നപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ അനുഭവത്തിലേക്ക് മാറി. നമ്മുടെ ഇടവകളിലെല്ലാം അതീവ ഗൗരവമായി ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. നമുക്ക് ഈ അടുത്ത 2 വർഷത്തേക്ക് ഇതല്ലാതെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും വേറെ ഒന്നുമില്ല. നമ്മൾ 3 തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പാട്ടുപാടാം. 1, എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ എന്നെ ഒരു കുർബാന ജീവിതമാക്കി മാറ്റണമേ എൻ്റേത്. 2, എൻ്റെ ഇടവക നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഇടവക ദൈവരാജ്യത്തിൻ്റെ ഒരു മാതൃകയാകണമേ. സ്വർഗത്തിലെത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഭൂമിയിൽ
പൊതുസമൂഹം കാണാനുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ കൂടാണ് നമ്മുടെ ഇടവകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്, ഈ ദർശനമനുസരിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ പകരക്കാരായി ഈ ലോകത്തിൽ ജീവിക്കുക. അപ്പോൾ ആ അങ്ങേ അറ്റം ഇരിക്കുന്ന 4 പേരുണ്ടല്ലോ ഫ്രണ്ടിൽ, നിങ്ങൾ നാളെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ 40 ദിവസം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഈ സ്ത്രീജനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പകരക്കാരികളാണ് എന്ന് ഈ സമൂഹത്തെ കൊണ്ട് പറയിക്കണം. പറയിച്ചേ ആയുസ് അവസാനിക്കാൻ അനുവദിക്കാവൂ. അല്ല, ഇത് ഇനിയും കുറേ ആളുകൾ ഇതിനകത്ത് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അത് സാത്താൻ നിങ്ങളുടെ കൊങ്ങായിക്ക് പിടിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ആ സാത്താനോട് ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇടവകൾ എന്തായിട്ട് മാറണം. ഇങ്ങോട്ട് നോക്കണം, നിങ്ങൾ ഓരോന്ന് എന്തായിട്ട്. നിങ്ങളുടെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ആരെങ്കിലും ഇതിലൂടെ പോയാൽ പ്രാർത്ഥനാപൂർവ്വം ആരെ ഇങ്ങനെ വല്ല കാര്യമുണ്ടോ അതിന് എന്ന് പറഞ്ഞാൽ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം, ഈ പറയുന്നതൊന്നും വിഷയമല്ല, ഒന്നും വിഷയമില്ല. പിന്നെ അതിൻ്റെ പുറകെ നടക്കുക. ചില കല്യാണത്തിന് ചെല്ലുമ്പോഴും അങ്ങനെയാണ്. ആരെങ്കിലും അവരെ കണ്ണുകൊണ്ട് നടത്തിക്കൊണ്ട് വന്ന് ഏതെങ്കിലും ഒരു ബെഞ്ചിൽ കൊണ്ടിരുന്നു. നിങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങ് ഇരുന്നു. ബി പ്രസൻറ്റ് ഇൻ ദ പ്രസൻറ്റ്. ഇനി പ്രസൻ്റ് ആയിരിക്കുകയും മനസ്സുകൊണ്ട് ആബ്സെൻ്റ് ആയിരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള വലിയ കൃത്യവിലവ്. അതൊന്നുമുള്ള ഒരൊറ്റയാൾ പോലും ഇവിടെ ഇല്ല. ഞാനിതൊന്ന് പറയാഞ്ഞതുകൊണ്ട് അങ്ങ് നോക്കിപ്പോയെന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ സ്റ്റാൻസ ഇങ്ങനെയാണ്: ഒരു കൂദാശയായ എൻ ജീവിതം. എന്താണ്? ഒരു കുർബാനയായി എൻ ജീവിതം. നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 1 സെക്കൻഡ് ശാന്തമായി അച്ഛന വാക്ക് ഒന്ന് പറയണം, ലിറിക്സ് ഒന്ന് പറഞ്ഞ് പാടാം. അഭിവന്ദ്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ നമ്മുടെ കൺവെൻഷൻ ഗീതങ്ങളിൽ 100ാമത്തെ ഗാനമായി ചേർത്തിട്ടുള്ള ഗാനമാണിത്. പുതിയ ഗാനമാണ്. ബഹുമാനപ്പെട്ട സാജൻ ബി മാത്യു അച്ഛൻ എഴുതിയ ഗാനമാണ്. ഒരു കൂദാശയായൻ ജീവൻ, ഒരു കുർബാനയായൻ ജീവിതം, തിരുമുൻപിൽ ഒരു ബലിയായി തീരാൻ വരുന്നു ഞാൻ നാഥ. ജീവൻ, ഒരു കുർബാനയായ ജീവിതം, ഒരു കൂദാശയായ ജീവൻ, ഒരു കുർബാനയായ ജീവിതം, തിരുമുൻപിൽ ഒരു ബലിയായി തീരാൻ വരുന്നു ഞാൻ ദേവാ. തിരുമുൻപിൽ ഒരു